ദൈവനാമം മഹത്വപ്പെടട്ടെ. എനിക്ക് അല്പസമയം ദൈവവചനവുമായി നിൽപ്പാൻ ദൈവമൊരുക്കിയ അവസരത്തിന് ദൈവത്തിന് നന്ദി. വിശുദ്ധ യോഹന്നാൻ 19 അധ്യായം 28 വചനം മുതൽ 30 വരെ. അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാക്കും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോട് അടുപ്പിച്ച് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ജീവിച്ച യേശു ക്രിസ്തു ക്രൂശിൽ നിന്ന് പറഞ്ഞ 5-ാമത്തെ മൊഴിയാണിത്. എനിക്ക് ദാഹിക്കുന്നു എന്ന വചനം. യേശുവിൻ്റെ ദാഹം ശാരീരിക, മാനസിക, ആത്മീയ തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യം ശാരീരിക ദാഹത്തിനെക്കുറിച്ച് നോക്കാം. മനുഷ്യ ശരീരം 70% ബ്ലഡ് ഉള്ളതാണ്. അതിൽ 90% വെള്ളമാണ് ഉള്ളത്. അതിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് മനുഷ്യ ശരീരത്തിലെ ദാഹമുണ്ടാകുന്നത്. യേശുവിനെ ഗെത്സമനയിൽ യൂദാ ഇസ്കാരിയോത്ത് ചുംബിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷം യേശു തടവിലായിട്ട് ഏകദേശം 18 മണിക്കൂർ ആയിരിക്കും. യേശുവിൻ്റെ ദാഹം സ്വാഭാവികമാണ്. എന്നാൽ യേശു ഈ 18 മണിക്കൂർ വെറുതെ ഇരുന്നിട്ടല്ല. യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. യേശുവിൻ്റെ ശരീരം ഉളവുചാല പോലെ മുറിക്കപ്പെട്ടിരുന്നു. യേശു ചുമന്ന ക്രൂശ് ഏകദേശം 150 കിലോ ഭാരമുള്ളത് എന്ന് പറയുന്നു. യേശുവിൻ്റെ ശരീരത്തിലുള്ള 7 ലിറ്റർ ബ്ലഡും നമുക്ക് വേണ്ടി യേശുവിൻ്റെ എല്ലാ മുറിവുകളിലും കൂടെ ചോർന്നു കളഞ്ഞു. ശരീരം പൂർണ്ണമായിട്ടും തളർച്ചയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിന് ഭടന്മാർ കൊൽക്കത്തയിൽ എത്തിയതിനു ശേഷം കയ്പ് കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്ത് എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. വിശുദ്ധ മത്തായി 27 അധ്യായം 34 വചനം. അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്ത് അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. എന്താണ് യേശു അത് കുടിക്കാത്തത്? അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. അതിലൊന്നാമത്തത് കയ്പ് കലർത്തിയത് എന്നാൽ അത് ഒരു ലഹരി അഥവാ പെയിൻ കില്ലർ ചേർന്നതാണ് എന്ന് പറയുന്നു. ക്രൂശിൽ മരിക്കുന്നവർക്ക് ആ വേദന അറിയാതിരിപ്പാൻ കൊടുക്കുന്ന ഒരു പാനമാണ് അത്. എന്നാൽ യേശു അത് നിരസിച്ച് നമുക്ക് വേണ്ടി